തിരുവനന്തപുരം നഗരത്തിലെ സ്മാർട്ട് റോഡിൽ കുഴി അടച്ചു പ്രതിഷേധം. ബിജെപി കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ വഴുതക്കാടാണ് പ്രതിഷേധം. നമ്മുടെ കോട്ടൺ ഹിൽ സ്കൂൾ തുടങ്ങി 4 സ്കൂളുകളാണ് ഇതിന് ചുറ്റുപാട്ടുള്ളത്. ഈ സ്കൂളിലേക്ക് ഇപ്പം 3ാമത്തെ സ്കൂൾ തുറക്കാൻ പോവുകയാണ്. 3ാമത്തെ സ്കൂൾ തുറക്കുന്ന സമയത്ത് 8-8.5 അടി താഴ്ചയുള്ള ഈ കുഴിയിൽ ഒരു സാധാരണപ്പെട്ട ഒരു 3.5 അടി പൊക്കമുള്ള ഒരു കുട്ടി വീണാൽ എന്തായിരിക്കും സ്ഥിതി എന്നതിനെ കുറിച്ച് ഭയാനകമാണ്. നമുക്ക് ആശങ്കയുണ്ട്. തീർച്ചയായിട്ടും നമ്മളിപ്പോൾ പ്രതീകാത്മകമായി ഈ കാണുന്ന നമ്മുടെ കണ്ണിന് മുന്നിൽ കാണുന്ന കുഴികളൊക്കെ അടയ്ക്കുക എന്നുള്ളതാണ് ഭാരതീയ ജനതാ പാർട്ടി തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയും കൗൺസിൽ പാർട്ടിയും തീരുമാനിച്ചിട്ടുള്ളത്. പ്രശാന്ത് കൃഷ്ണ വിവരങ്ങളുമായി ചേരുകയാണ്. പ്രശാന്ത്, സർക്കാർ ഒരു പുതുക്കിയ തീയതി നിശ്ചയിച്ചിട്ടുണ്ട്, അതിനുള്ളിൽ പണി പൂർത്തീകരിക്കും എന്നത് പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. പക്ഷേ യാത്രാ ദുരിതം സഹിക്കാൻ കഴിയില്ല എന്ന് ആരോപിച്ചുകൊണ്ടാണോ ഇപ്പോൾ ഈ പ്രത്യക്ഷ പ്രതിഷേധത്തിലേക്ക് ബിജെപിയുടെ കടന്നുവരവ്? പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് ജനങ്ങളുടെ പ്രശ്നത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടാകുന്നില്ല എന്ന വിമർശനം നമ്മുടെ ചർച്ചകളിൽ തന്നെ ശക്തമായിരുന്നു. ഈ അവസരത്തിലാണ് പ്രതിപക്ഷം അതായത് നഗരസഭയിലെ പ്രധാന പ്രതിപക്ഷമായ ബിജെപി ഈ നഗരത്തിലിറങ്ങി ഈ കുഴികൾ മൂടാൻ തീരുമാനിച്ചത്. നമ്മൾ നിൽക്കുന്നത് വഴുതക്കാടാണ്. വഴുതക്കാട് ജംഗ്ഷനിൽ ഈ കാണുന്നത് പോലുള്ള കുഴിയാണ്. കാരണം നിർമ്മാണ പ്രവർത്തനം പൂർത്തിയാകുന്നില്ല, അതിങ്ങനെ നീണ്ടുപോകുന്നു. ഈ പ്രദേശത്താണെങ്കിൽ കോട്ടൺ ഹിൽ സ്കൂൾ അടക്കം 3-ലധികം സ്കൂളുകൾ ഉള്ള പ്രദേശവുമാണ്. അപ്പോൾ സ്കൂൾ തുറക്കുന്ന അവസരത്തിൽ കുട്ടികൾ ഈ കുഴിയിൽ വീണ്ടും അപകടത്തിനുണ്ടാകുന്ന വലിയ സാഹചര്യവും നിലനിൽക്കുന്നു. എന്തായാലും അതുകൊണ്ട് തന്നെയാണ് നഗരസഭാ കൗൺസിലർമാർ ഇന്നിപ്പോൾ ഇവിടെ രംഗത്തിറങ്ങി കുഴികൾ മൂടാൻ തീരുമാനിച്ചത്. അതിൻ്റെ ഭാഗമായി കൗൺസിലർമാർ തന്നെ ഈ കുഴികൾ മൂടുകയാണ്. കുട്ടകളും മൺവെട്ടിയെല്ലാം എത്തി മണ്ണിട്ട് മൂടുകയാണ്. ബിജെപി ജില്ലാ പ്രസിഡന്റും നഗരസഭാ കൗൺസിലറുമായ വി രാജ് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഇന്നിപ്പോൾ ഒരു പ്രതിഷേധത്തിലേക്ക് കടന്നു. ഇതൊരു പ്രതിഷേധമായി മാത്രമാണോ അതോ നഗരത്തിലോ എമ്പാടും പല സ്ഥലങ്ങളിലും ഇത് തന്നെയാണ് അവർക്ക്? അല്ല പ്രശാന്ത്, ഇത് പ്രതിഷേധം എന്നുള്ളതിലുപരി സത്യത്തിൽ ഞങ്ങൾക്കും തിരുവനന്തപുരത്തെ ജനങ്ങൾക്കും കേരളത്തെ സ്നേഹിക്കുന്ന മുഴുവൻ ജനങ്ങൾക്കും പ്രതിഷേധമുണ്ട്. പക്ഷേ ഞങ്ങളിത് പ്രതിഷേധത്തിലുപരി ഈ 2 ദിവസം കഴിയുമ്പോൾ സ്കൂൾ തുറക്കുമ്പോൾ ഈ റോഡുകൾ ഗതാഗത യോഗ്യമായില്ലെങ്കിൽ ഉണ്ടാകാൻ പോകുന്ന ഒരു അപകടം, ആ അപകടമാണ് ഞങ്ങളുടെ മുന്നിലുള്ള. ഇപ്പോൾ ഉറക്കം കിട്ടാത്ത രാവുകളാണ്. ഇതൊക്കെ തന്നെ ഞങ്ങളുടെ 20 കൗൺസിലർമാർ വീട്ടമ്മമാരാണ്. അവരുടെയൊക്കെ മക്കളുടെയും ചെറുമക്കളുടെയും പ്രായമുള്ള കുരുന്നുകളാണ് അംഗനവാടിയിലൊക്കെ പോകാൻ വേണ്ടി അടുത്ത ദിവസം വരാൻ പോകുന്നത്. മഴ കൂടെ ഇപ്പം തിരുവനന്തപുരത്ത് രാവിലെ മുതൽ കോരിച്ചൊഴിയുന്ന മഴയാണ്. ഈ മഴ വന്നു കഴിഞ്ഞാൽ ഈ കുഴികളൊക്കെ തന്നെ വെള്ളം നിറഞ്ഞു കിടക്കും. ചെറിയ അംഗനവാടിയിൽ പോകുന്ന കുട്ടികൾക്കൊക്കെ തന്നെ റോഡ് ഏതാണ് കുഴി ഏതാണെന്ന് അറിയില്ല. ഈ കുഴിയിലൊക്കെ തന്നെ കൂർത്ത കമ്പികൾ, കോൺക്രീറ്റ് കമ്പികൾ വെച്ചിട്ടുണ്ട്. ഈ കുട്ടികൾ ഇതിലൊക്കെ വീണ് കഴിഞ്ഞാൽ നിരവധി അപകടങ്ങളുണ്ടാവും. പാവപ്പെട്ട കുട്ടികളെയൊക്കെ തന്നെ കാറിൽ കൊണ്ടുവന്ന് എല്ലാവർക്കും സ്കൂളിലാക്കാൻ സാധിക്കില്ല. അപ്പോൾ 7 വർഷം മുമ്പ് 1000 കോടി രൂപ കോർപ്പറേഷന് കൊടുത്തു. കോർപ്പറേഷൻ മേയർക്ക് ഈ പണിയൊന്നും നോക്കാൻ സമയമില്ല. അവർ കണ്ടക്ടറുമായിട്ട് ഡ്രൈവറുമായിട്ട് യുദ്ധം ചെയ്തിട്ട് അതിൽ ജയിക്കാൻ നടക്കുകയാണ്. കോർപ്പറേഷൻ സെക്രട്ടറിക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല. മാർക്സിസ്റ്റ് പാർട്ടി കമ്മീഷൻ ഓൾറെഡി വാങ്ങിച്ചതുകൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടി ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ സ്വാഭാവികമായും പ്രതിപക്ഷ പാർട്ടി എന്നുള്ള നിലയ്ക്ക് സമൂഹത്തിൻ്റെ ഭാഗത്തു നിന്നും മാധ്യമങ്ങളുടെ ഒക്കെ ഭാഗത്തു നിന്നും ഉള്ള ഒരാവശ്യമാണ് റോഡുകൾ ഗതാഗത യോഗ്യമാക്കണമെന്ന്. അത് ബിജെപി നേതൃത്വം കൊടുത്തെടുക്കുകയാണ്. ഞങ്ങൾ ഈ റോഡ് മാത്രമല്ല, തിരുവനന്തപുരം നഗരത്തിൽ എവിടെയൊക്കെ റോഡുകൾ ഗതാഗതത്തിന് പറ്റാത്ത തരത്തിലുണ്ടോ അവിടെയൊക്കെ തന്നെ ഞങ്ങളുടെ സംഘടനാ ശേഷി ഉപയോഗിച്ചിട്ട് പാർട്ടി പ്രവർത്തകരും ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന തിരുവനന്തപുരത്തിൻ്റെ പല ഭാഗത്തും പൊതുസമൂഹത്തിൽ നിന്നും ജനങ്ങൾ ഇറങ്ങിയിട്ട് കുഴി മൂടാൻ വേണ്ടി ഞങ്ങളോടൊപ്പം ഇറങ്ങുകയാണ്. ഞങ്ങൾ ശക്തമായിട്ട് മുന്നോട്ട് പോകും. ഇതിൽ നല്ലൊരു ശതമാനം കൗൺസിലർമാരും വീട്ടമ്മമാരാണ്. മധു, നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ്. അതായത് പണി പൂർത്തിയായി പൈപ്പ് ലൈൻ ഇട്ട് കഴിഞ്ഞതിന് ശേഷവും പിന്നെ മൂടാതിരിക്കുന്ന കുഴിയാണ്. ഈ ഭാഗങ്ങളിലാണ് ബിജെപി കൗൺസിലർമാർ ഇറങ്ങി ഇപ്പോൾ കുഴി മൂടുന്നത്. ഇവിടെ നിർമ്മാണ പ്രവൃത്തി നടത്തുന്ന കരാറുകാരൊന്നും ഇതിന് പ്രതിഷേധവും രേഖപ്പെടുത്തിയിട്ടില്ല. കാരണം ഇത് മൂടേണ്ട സമയമായിട്ടും മൂടാതിരിക്കുന്ന പല കുഴികളുമുണ്ട്. നമ്മളിപ്പോൾ ഈ കാണുന്ന ഭാഗം എന്ന് പറയുന്നത് കോട്ടൺ സ്കൂളിലേക്കുള്ള റോഡാണ്. ഇവിടുന്ന് ഏകദേശം 100 മീറ്റർ അകലെ മാത്രമാണ് കോട്ടൺ സ്കൂള്. മറ്റന്നാൾ സ്കൂൾ തുറക്കുക, 3-ാം തീയതി സ്കൂൾ തുറക്കുന്നതിന് മുൻപ് ഈ പണികളെല്ലാം പൂർത്തിയാക്കേണ്ടതുണ്ട്. അതിൻ്റെ ലക്ഷണങ്ങളൊന്നും കാണുന്നുമില്ല. ഈ ഘട്ടത്തിലാണ് നാട്ടുകാരുടെ ഭാഗത്ത് നിന്ന് പ്രതിഷേധം ഉയർന്നത്. ഭരണകൂടം കൃത്യമായി ഇടപെടുന്നില്ല എന്ന പ്രതിഷേധം ശക്തമായുണ്ട്. പ്രതിപക്ഷം ഇതിനൊപ്പം തന്നെ ഈ വിഷയം ശക്തമായി ഉയർത്തുന്നില്ല എന്ന പ്രതിഷേധം കൂടി രംഗത്ത് വന്നതോടെയാണ് ബിജെപിയുടെ കൗൺസിലർമാർ രംഗത്തിറങ്ങി ഈ കുഴികൾ മൂടാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയത്. ഇതൊരു സൂചനയായിട്ടാണ് ഈ പ്രതിഷേധം ഇവിടെ നടത്തുന്നതെങ്കിലും എത്രയും വേഗം തിരുവനന്തപുരം നഗരത്തിലെ ഈ കുഴികൾ മൂടുക എന്ന ആവശ്യമാണ് ഇതിലൂടെ ഉയർത്തുന്നത്. ഈ കുഴികൾ മൂടാതെ ഇങ്ങനെ ഇരിക്കുമ്പോഴുള്ളൊരു പ്രശ്നം, പലയിടത്തും കോൺക്രീറ്റുകൾ പൂർണ്ണമായിട്ടില്ല, കമ്പികൾ പലയിടത്തും ഉയർന്നു നിൽപ്പുണ്ട്. വലിയ അപകടമാണ്. കാരണം റോഡിന് ഒരു വശത്ത് കൂടി വാഹനങ്ങൾ പോകുന്നു, മറുവശത്തേക്ക് വാഹനം ചരിയുന്നത് പോലുള്ള ഒരു അപകടപ്പെടുന്ന ഒരു സ്ഥിതി ഉണ്ടായിക്കഴിഞ്ഞാൽ
കമ്പികളാണ് ഉയർന്നു നിൽക്കുന്നത്. അപ്പോൾ അത്രത്തോളം ദുരന്തമുണ്ടാക്കുന്ന തരത്തിലാണ് തിരുവനന്തപുരം നഗരത്തിലെ റോഡ് നിർമ്മാണം പലയിടത്തും നടന്നിരിക്കുന്നത്. സ്മാർട്ട് സിറ്റി ആകാൻ വേണ്ടി നടത്തുന്ന പ്രവർത്തനം ഒട്ടും സ്മാർട്ടല്ലാതെ നടക്കുന്നു എന്ന് തന്നെയാണ്. ഈ ഘട്ടത്തിലാണ് നഗരസഭാ കൗൺസിലർമാർക്ക് ഇവിടെ ഇറങ്ങി ഇത്തരത്തിൽ ഇടപെടൽ നടത്തേണ്ടി വന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഏതായാലും ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിലെങ്കിലും ഈ തിരുവനന്തപുരം നഗരത്തിലെ സ്മാർട്ട് സിറ്റി നിർമ്മാണ പ്രവൃത്തികൾ വേഗത്തിലാക്കാൻ നഗരസഭ ഇടപെടും എന്ന് തന്നെ നാം പ്രതീക്ഷിക്കാം. കാരണം എത്രയും വേഗം അടിയന്തരമായൊരു ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ അടുത്തയാഴ്ച സ്ഥിതിഗതികൾ കൂടുതൽ രൂക്ഷമാകും. കാരണം നമ്മൾ ഈ നിൽക്കുന്ന അല്ലെങ്കിൽ ഈ പ്രതിഷേധം നടക്കുന്ന വഴുതക്കാട് ജംഗ്ഷൻ വല്ലാത്തൊരു കുപ്പിക്കഴുത്ത് പോലെ ആയിട്ടുണ്ട്. ഒരു വശത്ത് കൂടി മാത്രം വാഹനങ്ങൾ കടത്തിവിടുന്നത് നമുക്ക് കാണാം. അതായത് ഒരു 2-വേ റോഡിൻ്റെ ഒരു വശത്ത് ഇപ്പോഴും നിർമ്മാണ പ്രവൃത്തി നടക്കുന്നേ ഉള്ളൂ. അതായത് വഴുതക്കാട് ജംഗ്ഷനിൽ നിന്ന് വിമൻസ് കോളേജ് ഭാഗത്തേക്ക് പോകുന്ന റോഡ് പൂർണ്ണമായും ഒരു വശത്ത് അടച്ചിരിക്കുകയാണ്. സ്കൂൾ തുറക്കുമ്പോൾ വലിയ ഗതാഗത കുരുക്കുണ്ടാകും. മാത്രമല്ല ഒരു വശത്ത് ഗതാഗത കുരുക്കുണ്ടാകുമ്പോൾ മറുവശത്ത് ഈ റോഡ് നിർമ്മാണം നടക്കുകയാണ്. അപകടകരമായ രീതിയിലുള്ള കുഴികളുണ്ട്, കമ്പികളുണ്ട്. അപ്പോൾ വലിയ അപകടമുണ്ടാക്കാൻ കഴിയുന്ന തരത്തിലാണ് ഈ നിർമ്മാണ പ്രവൃത്തി ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഒരാഴ്ചയ്ക്കുള്ളിൽ ഈ പണി തീരുന്ന ഒരു ലക്ഷണവുമില്ല. കാരണം ഇപ്പോൾ തന്നെ നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ദൃശ്യങ്ങൾ കാണുന്ന ഈ മണൽ കൂട്ടിയിട്ടിരിക്കുന്ന ഭാഗം വരെ മാത്രമാണ് റോഡിൻ്റെ ടാറിങ്ങിൻ്റെ ഘട്ടത്തിലേക്ക് എത്തിയിട്ടുള്ളൂ. അതുപോലും ടാറിങ്ങിലേക്ക് എത്തിയിട്ടില്ല. അതിനുശേഷമുള്ള ഈ ഭാഗങ്ങൾ, ഇത് ശ്രീമുര ക്ലബിൻ്റെ മുൻഭാഗമാണ്. ഇവിടെ മുതൽ വിമൻസ് കോളേജ് വരെയുള്ള ഭാഗം വലിയ കുഴികൾ എടുത്തിട്ടിരിക്കുകയാണ്. അടുത്ത ഒരാഴ്ചയ്ക്കുള്ളിൽ ഈ നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്ന അല്ലെങ്കിൽ പൂർത്തിയാകുന്ന ഒരു സാഹചര്യവും നിലനിൽക്കുന്നില്ല. കാരണം ഭൂമിക്കടിയിലൂടെയുള്ള ഈ പൈപ്പ് ലൈൻ ഇടലായാലും കേബിൾ ഇടൽ പ്രവൃത്തികളാണെങ്കിലും നടക്കാനിരിക്കുകയാണ്. അപ്പോൾ ഒരു വലിയൊരു അനാസ്ഥ നഗരസഭയുടെ ഭാഗത്തു നിന്ന് സ്മാർട്ട് സിറ്റി നിർമ്മാണ പ്രവർത്തനം നടത്തുന്നവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം തർക്കമില്ല. അതിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ ഈ പ്രതിഷേധം ഉയർന്നിരിക്കുന്നത്. ഏതായാലും നാട്ടുകാരുടെ, ജനങ്ങളുടെ ഒരു വലിയ പ്രതിഷേധത്തിൻ്റെ ഒരു തുടർച്ചയാണ് ഇപ്പോൾ തിരുവനന്തപുരം നഗരത്തിൽ കാണുന്നത്. വഴുതക്കാട് ജംഗ്ഷനിൽ ആണ് ഇപ്പോൾ ഈ പ്രതിഷേധത്തിൻ്റെ ഭാഗമായുള്ള കുഴി അടച്ചിലെങ്കിലും മറ്റ് സ്ഥലങ്ങളിൽ പലയിടത്തും നിർമ്മാണ പ്രവൃത്തി പൂർത്തിയായിടത്ത് പോലും ടാറിങ്ങിലേക്ക് എത്താതിരിക്കുകയോ അല്ലെങ്കിൽ കുഴികൾ മൂടാതിരിക്കുകയോ ചെയ്യുന്ന സാഹചര്യങ്ങളുണ്ട്. ഈ അവസരത്തിലാണ് ജനപ്രതിനിധികൾക്ക് ഇറങ്ങി കുട്ടകളും അതുപോലെ തന്നെ മൺവെട്ടിയെല്ലാം എടുത്ത് ഇത് മൂടേണ്ട ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരിക്കുന്നത്. ഏതായാലും മറ്റൊരു പ്രധാനപ്പെട്ട ഒരു പ്രതിസന്ധി ഉള്ളതിനെ പറ്റി കരാറുകാരടക്കം എന്തെങ്കിലും തരത്തിലുള്ള കാരണങ്ങൾ പറയുന്നുണ്ടോ? അതിപ്പോ ശരി, പണി നടക്കുന്ന സമയത്തുള്ള ദുരിതം എന്ന് പറയുന്നത് അതിനോട് നമ്മുടെ നാട് മുന്നോട്ട് പോകുന്നു, വികസന പ്രവർത്തനങ്ങൾ എന്ന രീതിയിൽ സഹകരിക്കാം. പക്ഷെ അത് കഴിഞ്ഞിട്ടും അത് മൂടാതിരിക്കുകയാണെങ്കിൽ അതിനൊരു കാരണം പറയേണ്ടതല്ലേ? ഓരോ റോഡിനും ഓരോ കരാറുകാരെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരിടത്തും ഒരു കൃത്യമായ ഏകോപനം നടക്കുന്നില്ല എന്നതാണ് പലയിടത്തും നമ്മൾ കാണുന്നത്. ഒരു ഘട്ടം ടാറിങ്ങിലേക്ക് എത്തിയ റോഡുകൾ പോലും വീണ്ടും കുഴിക്കുന്ന തരത്തിലുള്ള പ്രവൃത്തികൾ നടക്കുന്നു. ടാറിങ് എത്തിയ ഘട്ടത്തിൽ പോലും മഴ തുടർന്ന് പെയ്തു തുടങ്ങിയത് കാരണം ടാറിങ് നടക്കാത്ത ഒരു സ്ഥിതിയുണ്ട്. അപ്പോൾ ഒരു വ്യക്തമായ ഉത്തരം, അതായത് ഇപ്പോൾ ഒരു റോഡ് ശരിയാക്കിയാൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് കണക്റ്റിംഗ് റോഡുകൾ പൂർണ്ണമായിട്ടില്ല. തികച്ചും ദുരിതത്തിലാണ് നഗരവാസികൾ. ആ ദുരിതം ഈ രീതിയിൽ തന്നെയാണ്. കാരണം ആ ദുരിതത്തിൻ്റെ ഈ കരാറുകാർ, അതായത് പല ഘട്ടത്തിലും പല റോഡുകളും പല കരാറുകാരാണ്. ഈ കോർപ്പറേഷൻ അധികാരികൾ, നിങ്ങൾ പ്രതിപക്ഷത്തോട് എന്തുകൊണ്ടാണ് ഏകദേശം പൂർത്തിയാകുന്ന റോഡ് പോലും ടാറിംഗ് ഘട്ടത്തിലേക്ക് എത്തിയിട്ടും ടാർ ചെയ്യാത്തത് എന്ന കാര്യത്തിൽ വിശദീകരണം നൽകുന്നു? അല്ല, ഞങ്ങൾക്ക് മനസ്സിലാകുന്നത് നല്ല മഴ വരാൻ കാത്തിരിക്കുകയായിരുന്നു കോൺട്രാക്ടർമാർ. ഈ മഴ ഇന്നിപ്പോൾ എൻ്റെ മാതൃഭൂമി ഓഫീസിൻ്റെ മുൻപിൽ ടാറിങ് നടക്കും. ഞാൻ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും നല്ല മഴ കോരിച്ചൊരികയാണ്. അവിടെ ടാറിങ് നടക്കുകയാണ്, താങ്കൾ കണ്ടു കാണും. അപ്പോൾ ആ സമയത്ത് ടാറിങ് നടന്നു കഴിഞ്ഞാൽ ആർക്കും അത് വെരിഫൈ ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ അതിന് ആവശ്യമായ മെറ്റീരിയൽസ് ഒന്നും ചേർക്കണ്ട. അപ്പോൾ കോൺട്രാക്ടർമാർക്ക് ലക്ഷക്കണക്കിന് രൂപ അതിൽ ലാഭം കൊയ്യാൻ സാധിക്കും. അതുകൊണ്ട് ഇവർ നേരത്തെ ഓൾറെഡി കമ്മീഷൻ, പാർട്ടി ബില്ല് മാറിയപ്പോൾ തന്നെ കോർപ്പറേഷൻ CPM കമ്മീഷൻ വാങ്ങിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് കോർപ്പറേഷൻ കോൺട്രാക്ടർമാരെ ഒന്നും പറയാൻ വേണ്ടി അവർക്ക് നിർവാഹമില്ല. അതുകൊണ്ടാണ് കോൺട്രാക്ടർമാരുടെ മുറിൽ കോർപ്പറേഷൻ മേയർ ഉൾപ്പെടെയുള്ള ഭരണസമിതിയും CPM മുട്ടുമടക്കിയിരിക്കുന്നത്. പല റോഡുകളുടെയും പ്രധാന പ്രശ്നം റോഡുകൾ ടാറിംഗ് ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. പക്ഷേ മുൻപ് അവിടെ പണിത ഓടകളൊന്നുമില്ല. ഒരു വലിയ പെരുമഴ വരുമ്പോൾ ഈ വെള്ളം ഏത് വഴി ഒഴുകി പോകും. നൽകിക്കൊണ്ടിരിക്കുന്നത്